ഹലോ, ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മൊമോസാണ്. അതിനായിട്ട് ഞാനിന്നിവിടെ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകൾ മിക്സിയിലൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, ഒരു ഹാഫ് പോർഷൻ ക്യാപ്സിക്കം. എൻ്റെ കയ്യിൽ റെഡും യെല്ലോയും ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് അതും കൂടി ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒണിയൻ കയ്യിലുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇടുന്നത് നല്ലതാണ്. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ സോയാ സോസ്. എരിവൊക്കെ നന്നായിട്ട് വേണം എന്നുള്ളവർ ഒന്നുകിൽ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിൽ 1.5 കപ്പ് മൈദ മാവ് എടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച മാവ് മാറ്റി വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ സാധാരണ പരത്തിയെടുക്കുന്നത് അതേപോലെ പരത്തിയെടുക്കുക. ഇനി ഓരോ ഷീറ്റിലും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടുന്നത് അതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ അറിയില്ല. ഒക്കുന്ന പോലെയൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് വെള്ളം വെക്കുക. എന്നിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ടാകും. ചിക്കനൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിക്കൻ മൊമോസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ക്യാപ്സിക്കം ഒക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചിക്കൻ മൊമോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.